ഇപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് എങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റോറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ നമ്മൾ എന്തായിരിക്കും, ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിലോട്ട് ഏതെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം നടക്കുന്ന ചില ഇവൻറ്റ്സ് ഒക്കെ ഇവിടെ സജഷൻ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇവിടെ കുറച്ച് ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ സെർച്ച് ഫോർ ഇവൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഇവിടെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. എന്നിട്ട് ആ ഒരു ഇവൻറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ആ ഒരു ഇവൻറ്റ് ഇവിടെ ആഡ് ആവുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ഇവൻറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെർച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് യൂസ് എന്നുള്ളത് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇവൻ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ഈ ഒരു ഇവൻറ്റ് നമുക്ക് വലുതാക്കണം എന്നുണ്ടെങ്കിൽ 2 വിരൽ യൂസ് ചെയ്തിട്ട് വലുതാക്കാവുന്നതാണ്. ഇനി ഇഷ്ടമുള്ള ഭാഗത്തോട്ട് ഇത് നീക്കി വെക്കാവുന്നതാണ്. അതിന് ജസ്റ്റ് ഒരു വിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നീക്കി വെക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഇവൻറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ ഷെയർ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവൻറ്റ് നമ്മുടെ സ്റ്റോറിയിലോട്ടും കൂടി ഷെയർ ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് ഇവൻറ്റ്സും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.